ഇത് അവസാനമല്ല, ഇത് തുടരും. എവിടം വരെ തുടരും? യുദ്ധം അവസാനിക്കുന്നത് വരെ, സമ്പൂർണമായ സമാധാനം പുലരുന്നത് വരെ, സയനിസം അതിൻ്റെ വംശഹത്യ അവസാനിപ്പിക്കുന്നത് വരെ. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വേദിയും സദസ്സും ഒരുപോലെ പ്രഗത്ഭരാൽ അണിനിരുന്ന ഏറെ ശ്രദ്ധേയമായ ഗസൻ ജനതയോടുള്ള ഐക്യദാർഢ്യ പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും പ്രഭാഷണത്തെക്കാൾ പ്രധാനം നാം നടന്നു നീങ്ങിയതാണ്. അതും ഏറെ ആദരണീയനായ അരവിന്ദാക്ഷ സാറും അതുപോലെ തന്നെ പോൾ തേലക്കാട്ടച്ഛനുമെല്ലാം നമ്മുടെ മുമ്പിലാണ്. സാറും പിന്നിലല്ല നടന്നത്, സാറ് മുമ്പിലാണ്. ഇത് മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മലയാളിയുടെ പ്രബുദ്ധത ലോകത്ത് വിളംബരം ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് ഇത് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു കരുതൽ, നമ്മളൊരു ലോക ജനതയുടെ ഭാഗമാവുകയാണ് ചെയ്തത്. ലോകത്തിൻ്റെ വിവിധ തെരുവോരങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായി തീരുകയാണ് നാം ചെയ്തത്. മാഷ് പറഞ്ഞത് വളരെ അർത്ഥവത്താണ്. ഇത് അവസാനമല്ല, ഇത് തുടരും. എവിടം വരെ തുടരും? യുദ്ധം അവസാനിക്കുന്നത് വരെ, സമ്പൂർണമായ സമാധാനം പുലരുന്നത് വരെ, സയനിസം അതിൻ്റെ വംശഹത്യ അവസാനിപ്പിക്കുന്നത് വരെ. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇന്നലെയും അഥവാ ഈ സമാധാന കരാറ് പുലർന്നു എന്ന് ആഹ്ലാദം കൊള്ളുന്ന ഘട്ടത്തിൽ ആ ആഹ്ലാദം ലോകത്തെ അറിയിച്ച സ്വാലിഹ് അൽ ജഅഫറാവി എന്ന് പറയുന്ന യുവമാധ്യമ പ്രവർത്തകൻ, അയാൾ ലോകത്തോട് അത്യാഹ്ലാദത്തോടുകൂടി ഗസ കരാറിനെ കുറിച്ച് വിളംബരം ചെയ്യുന്നുണ്ട്. അദ്ദേഹം രക്തസാക്ഷിയായതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. അതാണ് സമാധാന കരാറിൻ്റെ ബാക്കി പത്രങ്ങളിൽ ചിലത് എന്ന് പറയുന്നത്. നയതന്ത്ര യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഖത്തറിൽ നിന്ന് പുറപ്പെട്ട 3 പേർ ഈജിപ്തിൽ വെച്ച് ആക്സിഡന്റിൽ മരണപ്പെടുന്നു. അത് ആക്സിഡന്റ് ആണോ എന്നതിനെക്കുറിച്ച് സമകാലിക ലോകത്ത് ഒരുപാട് കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വിശ്വസനീയമായി എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ ജനതയുടെ പോരാട്ട വീര്യമാണ്, ആ ജനതയുടെ നിശ്ചയദാർഢ്യമാണ്, ആ ജനതയുടെ അതിജീവന ശേഷിയാണ് നമുക്ക് ഇപ്പോഴും ഈ എറണാകുളം പട്ടണത്തെ സാക്ഷി നിർത്തായി പറയാൻ കഴിയുന്നത്. ഗസ വിജയിക്കും, വംശീയത തകരും എന്ന് നമുക്ക് പ്രചോദിപ്പിക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കുന്നു, ഈ ജാഗ്രത നമുക്ക് ഈ കാലത്ത് അനിവാര്യമാണ്. ഈ സിദ്ധാന്തം യഥാർത്ഥത്തിൽ ഗസയിൽ മാത്രമല്ല മുളപൊട്ടി വളരുന്നത്. നമുക്ക് ചുറ്റും നാം അറിയാതെ വംശീയതയുടെ ഭീകരമായ ഹസ്തങ്ങൾ നമുക്ക് ചുറ്റും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കരുതലും ഈ കാവലും യഥാർത്ഥത്തിൽ ഗസയ്ക്കൊപ്പം ലോകത്ത് വംശീയതക്കെതിരിൽ മുഴുവൻ വംശീയതക്കെതിരുമുള്ള ജാഗ്രതയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വിപ്ലവാഭിവാദികൾ.